ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. കൃഷ്ണാസ് സ്റ്റോറി ടൈം എല്ലാവർക്കും സ്വാഗതം. കൃഷ്ണായനം കഥ കേൾക്കാം. സകല ചരാചരങ്ങളുടെയും അന്തര്യാമിയായ ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ കഥ കേൾക്കാം. കൃഷ്ണായനം കേൾക്കുന്ന എല്ലാവർക്കും ഹൃദയത്തിൽ നിന്നും നന്ദി അറിയിക്കുന്നു. എല്ലാവർക്കും ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹാശിസ്സുകൾ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇതുവരെയുള്ള ഭാഗങ്ങൾ എല്ലാവരും കേട്ടിരിക്കുമെന്ന് കരുതട്ടെ. കേൾക്കാത്തവർക്കായി ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. കൂടാതെ ഈ ചാനലിലൂടെ വായിച്ച എല്ലാ പുസ്തകങ്ങളുടെയും ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. കൃഷ്ണായനം എന്ന ഈ പുസ്തകത്തിൻ്റെ രചയിതാവ് തുളസി കോട്ടുക്കൽ, പബ്ലിഷേഴ്സ് ഹരിശ്രീ ബുക്സ് പുനലൂർ, ഓഡിയോ കൃഷ്ണകുമാരി. നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കുറേ പേർ വീഡിയോ കേൾക്കുന്നുണ്ട്. എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ ഭാഗത്തിലേക്ക്. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഏരകപ്പുല്ലുകൾ. ഉഗ്രസേന മഹാരാജാവിൻ്റെ കൽപ്പന പ്രകാരം സാമ്പനും സുഹൃത്തുക്കളും കൃഷ്ണ നിറമുള്ള ആയസമുസലത്തെ രാഗി പൊടിച്ചു. ഏറെ സമയമെടുത്താണ് സാമ്പനും സുഹൃത്തുക്കളും ആ കൃത്യം പൂർത്തിയാക്കിയത്. രാഗി ഇരുമ്പുലയ്ക്ക അവസാനം ഒരു ചെറിയ കഷ്ണമായി. ആയസമുസലം രാകുമ്പോൾ എന്തെങ്കിലും കെടുതികൾ സംഭവിക്കുമെന്ന് സാമ്പൻ്റെ സുഹൃത്തുക്കളും സാമ്പനും വിശ്വസിച്ചു. പക്ഷേ ഒന്നും സംഭവിക്കുകയുണ്ടായില്ല. സാമ്പനും സുഹൃത്തുക്കളും ആശ്വസിച്ചു. കേശവൻ്റെ മഹത്വം കൊണ്ട് തങ്ങൾക്ക് ഒന്നും സംഭവിക്കുകയില്ലെന്ന് തന്നെ ഉറച്ചു അവർ. അതോടെ മതത്തിൻ്റെ ആഴത്തിൽ അവരുടെ മനമെത്തി. ആയസപ്പൊടി അവർ തിരയിലൊഴുക്കി. സാഗരം അലറി കുതിച്ചെത്തി ആയസപ്പൊടി ഉള്ളിലാക്കി. പൊടി കലങ്ങിയ തിരമാലകൾ നേരിയ കറുപ്പു കലർന്നു. ഒരു നിമിഷം കഴിഞ്ഞപ്പോൾ സാഗരം ശാന്തമായി. സാമ്പനും സുഹൃത്തുക്കളും ആനന്ദത്തോടെ മടങ്ങി. ആയസമുസലം അലയാഴിയിൽ ലയിപ്പിച്ച ശേഷം അഹങ്കാരത്തോടെ അവർ മടങ്ങിപ്പോകുന്ന കാഴ്ച മാധവൻ 7 നില മാളിക മുകളിൽ നിന്ന് കണ്ടു. കേശവൻ്റെ മനസ്സ് അല്പം മുമ്പിലേക്ക് സഞ്ചരിച്ചു. തൻ്റെ വംശത്തിൻ്റെ ദയനീയമായ ദുരന്തം കേശവൻ്റെ മുമ്പിൽ തെളിഞ്ഞു വന്നു. കുരുക്ഷേത്ര യുദ്ധം യഥാർത്ഥത്തിൽ വസുന്ധരയുടെ ഭാരം തീർക്കുവാനുള്ള ഉപാധിയായിരുന്നു. 2 ലക്ഷ്യങ്ങളാണ് ആ യുദ്ധത്തിനുണ്ടായിരുന്നത്. ദുഷ്ടന്മാരെ നിഗ്രഹിക്കുക. യുദ്ധം എന്നും വിനാശമാണ് വരുത്തുന്നതെന്ന് മറ്റുള്ളവരെ ധരിപ്പിക്കുക. 2 ലക്ഷ്യവും സാധിച്ചെടുത്തു. പക്ഷേ തൻ്റെ വംശത്തിലുള്ളവർ ഇപ്പോൾ അഹങ്കാരികളായി മാറിയിരിക്കുന്നു. ഇവരെ നശിപ്പിക്കുന്നതും താൻ തന്നെയാണ്. പൂർണ്ണമായ ഒരു ലക്ഷ്യം നേടിയെടുക്കുന്നതിനു വേണ്ടി അപൂർണമായ ചില കാര്യങ്ങൾ നിർവഹിക്കാതെ വയ്യ. ആയതിനാൽ ഈ വംശത്തെയും നശിപ്പിക്കണം. പൂർണ്ണ മനുഷ്യന് ഒന്നിലും ബന്ധമില്ലല്ലോ. ഇരുമ്പുലയ്ക്ക രാഗി പൊടിച്ച് കടലിൽ കലക്കിയതിനു ശേഷം സാമ്പനും യാദവരും മനോഹരമായ ഒരു അരയാലിൻ്റെ ചുവട്ടിൽ ഒത്തുകൂടി. സാമ്പൻ ചോദിച്ചു, ആയസചൂർണം നമ്മൾ കടലിൽ കലക്കി. ഇരുമ്പുലക്കയുടെ ബാക്കി വന്ന ഒരു കഷ്ണം എന്തു ചെയ്തു? ഒരാൾ പറഞ്ഞു. അത് അപ്പോൾ തന്നെ കടലിൽ എറിഞ്ഞു കളഞ്ഞു. സാമ്പന് സന്തോഷമായി. മറ്റ് യാദവർക്കും ആനന്ദമായി. ഇരുമ്പുലക്കയെക്കുറിച്ച് ഇനി ചിന്തിക്കേണ്ട കാര്യമില്ല. സാമ്പനും സുഹൃത്തുക്കളും അഹങ്കാരത്തോടെ അരയാൽ ചുവട്ടിൽ ആഹ്ലാദ നൃത്തം ചവിട്ടി. വൻ തിരമാലയ്ക്കപ്പുറത്ത് എറിഞ്ഞുവിട്ട ഇരുമ്പു കഷ്ണം വെള്ളത്തിൽ പാളി വീണു. അത് എന്തോ ഭക്ഷണമാണെന്ന് കരുതി അപ്പോൾ തന്നെ ഒരു മത്സ്യം കൊത്തി വിഴുങ്ങി. ആ മത്സ്യത്തെ ഒരു മുക്കുവന് വലയിൽ കിട്ടി. ഭക്ഷണയോഗ്യമായ മത്സ്യത്തെ മുക്കുവൻ വിൽക്കുവാൻ കൊണ്ടു നടന്നപ്പോൾ ഒരു വേടൻ അതിനെ വിലയ്ക്ക് വാങ്ങി. ജരൻ എന്നായിരുന്നു ആ വ്യാധൻ്റെ നാമം. ഭവനത്തിൽ കൊണ്ടുവന്ന വ്യാധൻ മത്സ്യത്തെ കീറി. മത്സ്യത്തിൻ്റെ ഉദരത്തിൽ ഒരു ഇരുമ്പു കഷ്ണം കണ്ട് വ്യാധൻ അത്ഭുതപ്പെട്ടു.
വേടൻ ഇരുമ്പു കഷ്ണം പല പ്രാവശ്യം പരിശോധിച്ചു. രാഗി മിനുസപ്പെടുത്തിയ ആ ആയസഭാഗം എന്തിനുപയോഗിക്കാം എന്ന് വ്യാധൻ ചിന്തിച്ചു. അവസാനം ഒരു ശരം നിർമ്മിക്കുന്നതിൽ വേടൻ്റെ ചിന്ത ഉറച്ചു. ഇരുമ്പു കഷ്ണം കൊണ്ട് ശരമുനയൊരുക്കി ശരത്തിന് മൂർച്ച കയറ്റി വ്യാധൻ അസ്ത്രം നിർമ്മിച്ചു. ശക്തിയുള്ള ഒരു മൃഗത്തിൽ അമ്പ് പ്രയോഗിക്കണമെന്ന് കരുതി വ്യാധൻ അസ്ത്രം സൂക്ഷിച്ചു വെച്ചു. ദിവസങ്ങൾ കഴിഞ്ഞു. തിരയിൽ കലങ്ങിയ ആയസചൂർണം ക്രമേണ കരയിൽ അടിഞ്ഞു കയറി. വെള്ളമണലിൽ അവ കറുത്ത പൊട്ടുകളായി കിടന്നു. സാഗരം തിരക്കൈകൾ കൊണ്ട് ആയസചൂർണത്തെ തീരവും കടത്തി സമതലത്തിലെത്തിച്ചു. ക്രമേണ അവ ഏരക പുല്ലുകളായി വളർന്നു. ശക്തിയുള്ള ആ പുല്ലുകൾ പൊട്ടിമുളച്ച് കാടുപോലെ പരന്നു. ഏരകപ്പുൽക്കാട്ടിൽ ഇളം കാറ്റ് വിതുമ്പി നിന്നു. ഭാവി കണ്ട മന്ദമാരുതൻ വരാൻ പോകുന്ന നാശത്തെ ഓർത്ത് വിറച്ചു. ഏരകപ്പുല്ലുകളിൽ അത് ദൃശ്യമായി. അടുത്ത ഭാഗം ദുർനിമിത്തങ്ങൾ. അടുത്ത നാളുകളായി കേശവൻ്റെ മുഖം ഗൗരവപൂർണമാണ്. അനേകം ചിന്തകളിൽ ആ മനസ്സ് നിറഞ്ഞിരിക്കുന്നുവെന്ന് വദനം വ്യക്തമാക്കി. ഏകാന്തതയെ സ്നേഹിക്കുന്ന പ്രകൃതമായി മാധവൻ്റേത്. അരമനയിൽ ഏകനായിരിക്കുന്ന കേശവനെ രുക്മിണി പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. ആദ്യമൊക്കെ കേശവൻ്റെ ഭാവം കണ്ടപ്പോൾ രാജ്യചിന്തകളായിരിക്കും ഹൃദയത്തിലെന്ന് ഊഹിച്ചു. എന്നാൽ അടുത്ത കാലത്തായി കേശവൻ്റെ ഭാവം തന്നെ പകർന്നു കാണുന്നതിൽ രുക്മിണിക്ക് സന്ദേഹം ജനിച്ചു. ഒരു ദിവസം കേശവൻ ഏകാന്തതയിലിരുന്ന് എന്തോ ആലോചിക്കുന്നത് കണ്ട് രുക്മിണി അവിടേക്ക് ചെന്നു. ഭർത്താവിൻ്റെ പാദാന്തികത്തിലിരുന്ന് വൈദർഭി പറഞ്ഞു, നാഥ, അടിയൻ്റെ ഹൃദയത്തിൽ വല്ലാത്ത ഒരു സന്ദേഹം ജനിച്ചിരിക്കുന്നു. സർവസമയവും പുഞ്ചിരി തഞ്ചുന്ന വദനവുമായി വർത്തിച്ചിരുന്ന അങ്ങേക്ക് അടുത്ത കാലത്ത് വലിയ മാറ്റം വന്നിരിക്കുന്നു. ഒരിക്കലും ഏകാന്തതയിലേക്ക് വലിയാതിരുന്ന അങ്ങ് ഏറെ സമയവും നിശബ്ദതയിലാണ് ഇരിക്കുന്നത്. ഗൗരവമുള്ള മുഖം, സംഭാഷണം വളരെ മിതം, നോട്ടത്തിലും ഭാവത്തിലും എന്തോ ചിന്തിച്ചുറച്ച പോലെ. എന്നോട് പറയുവാനാവാത്ത എന്തെങ്കിലും അങ്ങയുടെ ശുഭ്രഹൃദയത്തെ അലട്ടുന്നുണ്ടോ? ഞാൻ ഇനിയും മനസ്സിലാക്കാത്ത അങ്ങയുടെ മനസ്സിൽ ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുന്നത് എന്താണ്? ഇങ്ങനെ പറഞ്ഞ് രുക്മിണി നീൾമിഴി തുമ്പുകൊണ്ട് മാധവനെ ഉറ്റുനോക്കിയിരുന്നു. കേശവൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നാഥേ, എൻ്റെ മുഖം ഗൗരവപൂർണമാണോ? നിനക്കു കൂടെ അങ്ങനെ തോന്നിയ സ്ഥിതിക്ക് ഗൗരവം തന്നെയായിരിക്കണം. കാലചക്രത്തിൻ്റെ ഗതിവേഗത്തിൽ വന്ന മാറ്റം തന്നെയാണത്. ദേവി, ഞാൻ മനുഷ്യനായി ജന്മം കൊണ്ടിട്ട് 106 വർഷം കഴിഞ്ഞിരിക്കുന്നു. ഈ ദ്വാരക പണി തീർന്നിട്ട് 7 പന്തീരാണ്ടും കഴിയുന്നു. ദൗത്യം ഏതാണ്ട് നിർവഹിച്ചു കഴിഞ്ഞു. ഇനി നമ്മുടെ വംശക്കാരുടെ മതം അവസാനിപ്പിച്ചാൽ മതി. അതിനുള്ള മാർഗവും പൂർത്തിയായിട്ടുണ്ട്. അത്തരം കാര്യങ്ങൾ ആലോചിച്ച് തീരുമാനമെടുക്കേണ്ടതുള്ളതുകൊണ്ട് ഞാൻ ഏകാന്തതയിലിരുന്നതാണ്. രുക്മിണി പറഞ്ഞു, നാഥ, അങ്ങയുടെ ഏകാന്തത ദ്വാരകാപുരിക്കും ബാധിച്ചു. ജനങ്ങൾ സ്വകാര്യം പറയുന്നതിൽ പ്രാമുഖ്യം കാണിക്കുന്നു. എവിടെയും രഹസ്യ സംഭാഷണങ്ങൾ മാത്രമാണ് നടക്കുന്നത്. രഹസ്യപിശാച് ദ്വാരകയിൽ കൂടിയിരിക്കും പോലുണ്ട്. കേശവൻ പുഞ്ചിരിച്ചുകൊണ്ട് തുടർന്നു, ദേവി, നിന്നിൽ നിന്നും ഒന്നും ഒളിക്കേണ്ടതില്ല. ഗാന്ധാരിയുടെ ശാപം ഫലിക്കാറായി എന്നു മാത്രം ഓർക്കുക. മാധവൻ്റെ വാക്കുകൾ രുക്മിണിയുടെ ശിരസിൽ കമ്പനമുണ്ടാക്കി. യഥാർത്ഥത്തിൽ ആ ശാപം രുക്മിണി കാര്യമായി കരുതിയില്ല. പക്ഷേ മാധവൻ ഓതിയതിൻ്റെ പൊരുൾ അത് സത്യമായി ഭവിക്കുമെന്നാണ്. അങ്ങനെയെങ്കിൽ ദ്വാരക നാശത്തിലേക്ക് അതിവേഗം നീങ്ങുക തന്നെ. അത് തടയേണ്ട കാര്യം തനിക്കില്ല. ഭർത്താവിൻ്റെ ഇംഗിതമാണ് ഭാര്യയുടെ താല്പര്യവും. രുക്മിണിയും കേശവനും കാലത്തിൻ്റെ ഗതിയെക്കുറിച്ച് വീണ്ടും സംസാരിച്ചു. അക്കാലത്ത് ദ്വാരകയിൽ പല ദുർനിമിത്തങ്ങളും അടിക്കടി കാണപ്പെട്ടു.
സത്യഭാമയ്ക്കും പ്രിയം കൊടുത്ത പാരിജാതം ഒരു ദിവസം പ്രഭാതത്തിൽ കാണാതെയായി. നിത്യവും 7:30 വെളുപ്പിന് സത്യഭാമ പാരിജാതത്തിന് വലം വെച്ച് വന്ദിക്കുമായിരുന്നു. ചെടിയിൽ നിന്നും ഒരു കുസുമം കബരിയിലണിയുന്നതോടെ ഭാമ നിത്യ യൗവനയുക്തയായി ശോഭിക്കും. ഇതായിരുന്നു ഭാമയുടെ ജീവിതത്തിലെ സൗന്ദര്യ രഹസ്യം. പാരിജാതം കാണാതായ പ്രഭാതത്തിൽ തകർന്ന ഹൃദയവുമായി സത്യഭാമ കേശവനെ കണ്ടു. കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി ഭാമ പറഞ്ഞു, നാഥ, ഞാൻ ഓമനിച്ചു വളർത്തിയ പാരിജാതം കാണുവാനില്ല. എൻ്റെ മനസ്സ് തകർന്നിരിക്കുന്നു. വമ്പിച്ച നഷ്ടബോധമാണ് എനിക്ക് ജനിച്ചിരിക്കുന്നത്. അങ്ങ് എന്നെ രക്ഷിക്കണം. എൻ്റെ പാരിജാതം തിരികെ തരണം. കേശവൻ പറഞ്ഞു, നാഥേ, ഏതൊരു വസ്തുവിനോടാണോ നമുക്ക് അമിതമായ അഭിനിവേശം ജനിക്കുന്നത്, ആ വസ്തു നഷ്ടമാകുമ്പോൾ വൈകാരികത കൊണ്ട് മനം കലുഷമാകും. നിന്റെ മനസ്സ് പാരിജാതത്തിൽ ആമഗ്നമാണ്. അതിലൂടെ നീ ശരീരത്തെ സ്നേഹിക്കുന്നു. സ്വാർത്ഥതയുടെ ഒരു മുഖമാണത്. എന്നും സൗഖ്യം ലഭിക്കണമെന്നാഗ്രഹം നന്നല്ല. പാരിജാതം ആരും മോഷ്ടിച്ചതല്ല. അത് ഇന്ദ്രപുരിയിലേക്ക് തന്നെ മടങ്ങിപ്പോയിരിക്കുന്നു. സത്യഭാമേ, ഗാന്ധാരിയുടെ ശാപം വലിച്ചു തുടങ്ങിയിരിക്കുന്നുവെന്നർത്ഥം. മാധവൻ്റെ വാക്കുകൾ ഭാമയിൽ അഗ്നിത്തുള്ളികളായി ഇറങ്ങി വന്നു. മരണത്തിൻ്റെ കറുത്ത ദൂതി മേഘച്ചിറകുമായി വരുന്നതായി ഭാമയ്ക്ക് തോന്നി. കേശവൻ്റെ വാക്കുകൾ കേട്ട നിശബ്ദയായി ഭാമ കൊട്ടാരത്തിലേക്ക് മടങ്ങി. ആരോ പുറത്ത് വിതുമ്പുന്ന ശബ്ദമാണ് കേശവൻ ഇറങ്ങി വന്നത്. ആരോ പുറത്ത് വിതുമ്പുന്ന ശബ്ദം കേട്ടാണ് കേശവൻ ഇറങ്ങി വന്നത്. അത് മറ്റാരുമായിരുന്നില്ല, തൻ്റെ ഇഷ്ടസഖനായ സാത്യകിയായിരുന്നു. ധീരൻ ഒരിക്കലും കരയുകയില്ല. ഇതാ സാത്യകിയുടെ കണ്ണുകൾ നനഞ്ഞിരിക്കുന്നു. മന്ദഹസിക്കാതെ മാധവൻ ചോദിച്ചു, സാത്യകിയാണോ ഇത്? എന്താണ് ഈ വിതുമ്പലിന് കാരണം? അങ്ങയുടെ ഉള്ളുറപ്പ് എവിടെ? വിശദമായി കാര്യം വിവരിക്കൂ. എന്തിനും പരിഹാരമില്ലേ? സാത്യകി പറഞ്ഞു, കേശവ, ചില ദുർനിമിത്തങ്ങൾ എന്നെ ഭയപരവശനും ദുഃഖിതനുമാക്കുന്നു. അതാണ് കണ്ണുകൾ നിറഞ്ഞത്. ഇന്ന് പാഞ്ചജന്യം മുഴക്കിയപ്പോൾ വെള്ളി വീണു, അപശബ്ദങ്ങളുണ്ടായി. പൂജാദ്രവ്യങ്ങളിൽ കൃമികൾ നിറഞ്ഞു നുരഞ്ഞു. ആകാശത്ത് കൊള്ളിമീൻ ഇറങ്ങുകയും അത് ദ്വാരകയിൽ ഇടവിട്ട് പതിക്കുകയും ചെയ്തു. എന്താണ് ഇതിന് കാരണം? മാധവൻ ഇപ്പോൾ മന്ദഹസിച്ചു. അദ്ദേഹം പറഞ്ഞു, സുഹൃത്തേ, ഈ സൂചകങ്ങൾ നാശത്തിൻ്റെതാണ്. സംശയമില്ല. ഒന്നിനോടുള്ള പ്രിയം വേദനയെ സൃഷ്ടിക്കും. ദ്വാരകയോടുള്ള മമതയാണ് നയനം നിറയുവാൻ കാരണം. സാത്യകി, ഗാന്ധാരി ദേവിയുടെ ശാപം ഫലിക്കുവാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. നമുക്ക് പോകുവാൻ സമയമായി. സന്തോഷിക്കേണ്ട സമയമാണിത്. മനസ്സുകൊണ്ട് അതിനുള്ള ഒരുക്കങ്ങൾ നടത്തി താങ്കൾ സ്വസ്ഥനാവുക. മാധവൻ്റെ വാക്കിൻ പൊരുൾ ഗ്രഹിച്ച സാത്യകി യോഗധർമ്മത്തിലേക്ക് ഒതുങ്ങി. പത്മാസനത്തിൽ ശരീരം ബന്ധിച്ച് മനസ്സിനെ സ്വതന്ത്രമാക്കി ബ്രഹ്മത്തിൽ ഉറപ്പിച്ച് സാത്യകി വർത്തിച്ചു. കേശവൻ ദാരുകനെ വിളിച്ചു പറഞ്ഞു, ദാരുക, നാളെ തന്നെ നീ ഹസ്തിനാപുരിയിലേക്ക് പോകണം. അർജുനനെ കൂട്ടിക്കൊണ്ടുവരണം. ഞാൻ കാണുവാൻ ആഗ്രഹിക്കുന്നുവെന്ന് പറഞ്ഞാൽ മതി. കേശവൻ്റെ വാക്കുകൾ കേട്ട് രഥത്തിൽ ദാരുകൻ ഹസ്തിനാപുരിയിലേക്ക് യാത്രയായി. ദാരുകൻ പോയപ്പോൾ മാധവൻ ഇങ്ങനെ ചിന്തിച്ചു, അർജുനൻ എത്തുന്നതിന് മുൻപ് തന്നെ ഗാന്ധാരിയുടെ ശാപം പൂർണ്ണമാകണം. ദ്വാരക സാഗരാന്തത്തിൽ ലയിക്കണം. ജന്മം കർമ്മം കൊണ്ട് ധന്യമായിരിക്കുന്നു. ഇങ്ങനെ ചിന്തിച്ച് കേശവൻ ജ്യേഷ്ഠൻ്റെ കൊട്ടാരത്തിലേക്ക് നടന്നു. എല്ലാം അന്തരംഗത്തിൽ ഒതുക്കി മാധവൻ ജ്യേഷ്ഠനെ കണ്ടു. അവർ രഹസ്യമായി സംസാരിച്ചു. ജ്യേഷ്ഠ, ദ്വാരകയിൽ അധപ്പതനത്തിൻ്റെ നിമിഷങ്ങളായി കഴിഞ്ഞു. യാദവരും വൃഷ്ണികളും പിതാക്കന്മാരെയും ദേവന്മാരെയും നിന്ദിക്കുന്നു. ഗുരുജനങ്ങളെ ആക്ഷേപിക്കുന്നു. ലജ്ജ ഒരു കാര്യത്തിലും ഇല്ലാതായിരിക്കുന്നു. ഭാര്യ ഭർത്താവിനെ വഞ്ചിക്കുന്നു. ഭർത്താവ് ഭാര്യയെ ചതിക്കുന്നു.
യാഗാഗ്നി അപ്രദക്ഷിണമായിട്ടാണ് ഇപ്പോൾ ജ്വലിക്കുന്നത്. അതിൻ്റെ ജ്വാല ചുവന്നും മഞ്ഞച്ചും നീലയും കാണുന്നു. ഉദയാസ്തമനങ്ങളിൽ സൂര്യൻ കബന്ധങ്ങൾ കൊണ്ട് മൂടപ്പെടുന്നു. ചോറിൽ കൃമി നുഴയുന്നു. തലമുടി അശന്യപാനീയങ്ങളിൽ തെളിയുന്നു. ജപിക്കുന്ന സമയത്ത് നിരന്തരം എന്തോ പാഞ്ഞു പോകുന്നത് പോലെ ജനങ്ങൾക്ക് അനുഭവപ്പെടുന്നു. ശ്രദ്ധിക്കുമ്പോൾ അവർ ഒന്നും കാണുന്നുമില്ല. പൂജാസമയത്ത് ഉയരുന്ന ശംഖനാദം കേട്ടാൽ കഴുതുകൾ കരയും. ഗരുഡാങ്കിതമായ കൊടിക്കൂറകളുടെ നിറം മങ്ങിപ്പോയി. ധ്വജങ്ങൾ ചാഞ്ഞു. തങ്ങളെ ആരോ ബലാത്കാരം ചെയ്യുന്നതായി സ്ത്രീകൾ സ്വപ്നം കണ്ടു. കഴുകൻ ചിറകുവിരിച്ച് പറന്നു വരുന്നതായി അവർക്ക് തോന്നി. ഇതിൽ നിന്നെല്ലാം എനിക്ക് തോന്നുന്നത് ദ്വാരകയിൽ ഗാന്ധാരിയുടെ ശാപമെത്തിയെന്നാണ്. ദ്വാരകയുടെ പതനം ആരംഭിച്ചു. നമുക്ക് മടങ്ങേണ്ട കാലമായി. ഈ ശാപവും പരിഹൃതമല്ല. ബലരാമൻ പറഞ്ഞു, കേശവ, ഞാൻ ഇതെല്ലാം നിന്നോട് പറയണമെന്ന് കരുതിയതാണ്. 3 പന്തിരാണ്ടെത്തുന്നു. നമുക്ക് മടങ്ങാം. ഭൂഭാരം തീർന്നു. ഇനി യദുവംശനാശം മാത്രമേ ബാക്കിയുള്ളൂ. അതിനുള്ള മാർഗങ്ങൾ നീക്കിയാൽ മതി. കേശവൻ പറഞ്ഞു, യദുക്കളും വൃഷ്ണികളും അഹങ്കാരത്തിൻ്റെ പരകോടിയിലാണ്. എല്ലാം 2 ദിനങ്ങൾക്കകം അവസാനിക്കും. ബലരാമൻ അർദ്ധനിമീലിതാക്ഷനായി യോഗനിഷ്ഠയിലിരുന്നു. കേശവൻ കൊട്ടാരത്തിലേക്ക് പോരുകയും ചെയ്തു. ഇതോടുകൂടി ഇന്നത്തെ ഭാഗം അവസാനിച്ചിരിക്കുന്നു. അടുത്ത ദിവസം വിജ്ഞാനത്തിൻ്റെ നിറമുത്തുകൾ എന്ന ഭാഗം കേൾപ്പിക്കാം. വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യുക. താങ്ക് യു.